ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാൻ. ജപ്പാനിലെ ഏതൊക്കെ നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? രണ്ടാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം 1939. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരാഹിറ്റോ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടക്കിയ രാജ്യം ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏത്? ഹിരോഷിമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? 1945 ആഗസ്റ്റ് 6. ലോകത്ത് രണ്ടാമതായി അണുബോംബ് വർഷിച്ചത് ഏത് നഗരത്തിലായിരുന്നു? നാഗസാക്കി. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? 1945 ആഗസ്റ്റ് 9. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്ത്? ഹിബാകുഷ. ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര്? ലിയോ ടോൾസ്റ്റോയ്. ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം എന്ത്? സ്ഫോടന ബാധിത ജനത. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത്? ഒലിയാണ്ടർ. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ഹോൻഷു ദ്വീപ്. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ക്യുഷു ദ്വീപ്. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേര്?
മാൻഹട്ടൻ പ്രൊജക്റ്റ്. മാൻഹട്ടൻ പ്രൊജക്റ്റിന്റെ തലവൻ ആര്? റോബർട്ട് ഓപ്പൺഹൈമർ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത് എവിടെ? മെക്സിക്കോയിലെ മരുഭൂമിയിൽ, ട്രിനിറ്റി സൈറ്റ് എന്നും അറിയപ്പെടും. ഹിരോഷിമയിലെ അണുബോംബ് ആക്രമണത്തെ തുടർന്ന് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരാണ്? സഡാക്കോ സസാക്കി. 2 അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ആര്? സുറ്റോമു യമഗുച്ചി. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത്? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്? ഫാറ്റ് മാൻ. ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിൽ ഉണ്ടായ പ്രസ്ഥാനം ഏത്? പക്വാഷ്. സഡാക്കോ സസാക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമാണ്? ലോക സമാധാനത്തിൻ്റെ. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏവർക്കും ഗുണപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിവുകൾ പകരുന്ന പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.